36 വാക്യം. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. ധൈര്യപ്പെടുവാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു പശ്ചാത്തലം. ഭയത്തിൻ്റെ കാറ്റുകൾ ശക്തമായി ആഞ്ഞടിച്ചു കൊണ്ടിരുന്ന ഒരു രാത്രി സമയം. അവിടെ എഴുതിയിരിക്കുന്നു, ആമേൻ. അപ്പോൾ അതിന് 35 വാക്യം, ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാങ്കെ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്ന് തുടങ്ങി. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠകരമായ ഒരു സംഭവമാണ് 27 അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി അതിൻ്റെ പശ്ചാത്തലങ്ങൾ അധികം വിവരിപ്പാൻ എൻ്റെ മുമ്പിൽ സമയത്തിന് പരിമിതി ഉള്ളത്. എങ്കിലും വേഗത്തിൽ 1-2 കാര്യം ഒന്ന് പറഞ്ഞ് വചനചിന്തകളിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം കണ്ട ഏറ്റവും ശ്രേഷ്ഠരായ ദൈവഭക്തന്മാരുടെ അഭിഷിക്തന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിരിക്കുന്ന ദ പാർ എക്സലന്റ് എന്ന് വിളിക്കാൻ കഴിയുന്ന അപ്പോസ്തലനായ പൗലോസ്, ഒരുപക്ഷെ ക്രൈസ്തവ സഭയെ പാലസ്തീൻ്റെ ഭൂപ്രദേശത്തിൻ്റെ അതിരുകൾക്കപ്പുറത്ത് ഭൂമിയുടെ അറ്റത്തോളം ഈ സുവിശേഷം എത്തുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ, ക്രിസ്തീയ വേദശാസ്ത്രത്തിന് ഊടും പാവും നൽകിക്കൊണ്ട് ക്രിസ്തീയ വേദശാസ്ത്രം രൂപപ്പെടുന്നതിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ, തൻ്റെ ജീവിതത്തോട് അനുബന്ധിച്ച ഒരു ശ്രേഷ്ഠകരമായ സംഭവത്തെയാണ് ഈ 27 അധ്യായം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കപ്പെടുന്ന യാത്രാ വിവരണങ്ങളിൽ ഏറ്റവും ഉന്നതമായ, ഏറ്റവും മനോഹരമായ ഒരു യാത്രാ വിവരണമായി നമുക്ക് ഈ വേദഭാഗത്തെ കാണാൻ കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തിൻ്റെ കപ്പൽ യാത്രക്കിടയിൽ അവർക്ക് നേരിട്ടതായ വലിയ പ്രതിസന്ധി, അവർക്ക് നേരിട്ടതായ വലിയ പ്രതികൂലത്തിൻ്റെ മുമ്പിൽ കൂടെയുള്ള 275 പേരും ഭയവികുലരായി നിൽക്കുമ്പോൾ ആ പ്രതിസന്ധിക്കകത്ത് ധൈര്യം പ്രാപിച്ച ഒരു ഭക്തനെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. അവിടെ നിന്ന് രാത്രിയിൽ ദൂത് ഞാൻ പറയുന്നു, എത്ര പ്രതികൂലമാണെങ്കിലും എത്ര പ്രതിസന്ധിയാണെങ്കിലും ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് ക്രിസ്തു ഉള്ളവർ മാത്രമാണ്. ലോകം എങ്ങനെയും കീഴ്മേൽ മറിയട്ടെ, സാഹചര്യങ്ങൾ എങ്ങനെയും തിരിഞ്ഞു മറിയട്ടെ, പ്രതീക്ഷകൾ എത്രയും ഇല്ലാതായി മാറട്ടെ, ഏതു സാഹചര്യത്തിനും ധൈര്യത്തോടെ നിൽക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നലെയുടെ ജീവിത സാഹചര്യങ്ങളിൽ അപ്രകാരം നിൽക്കാൻ കർത്താവ് തന്ന കൃപയെ ഓർത്ത് ഈ രാത്രി നന്ദി പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ദൈവമക്കളോട് ചോദിച്ച ഒരു കാര്യം ഉറപ്പായി പറയും, പ്രതികൂലം വരാഞ്ഞിട്ടല്ല, അടിക്കാഞ്ഞിട്ടല്ല, കൊടുങ്കാറ്റുകളെ തിരമാലകളെ ഫേസ് ചെയ്യാഞ്ഞിട്ടല്ല, വല്ലാതെ ഉലഞ്ഞുപോയ കപ്പലുകൾക്കകത്ത് കൃപ പ്രാപിച്ച ദൈവജന ധൈര്യത്തോടെ നിന്നപ്പോൾ അവരെ ആഗ്രഹിച്ച തുറമുഖങ്ങളിൽ കൊണ്ടെത്തിച്ച വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉയർത്താൻ കഴിയുന്നത് ആ ദൈവത്തെയാണ്. കാലം മാറിയാലും സാഹചര്യങ്ങൾ മാറിയാലും നമ്മെ വിട്ടുമാറാത്ത ഒരു വിശ്വസ്തനായ ദൈവമുണ്ട് എന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം നമുക്ക് പറഞ്ഞു തുടങ്ങണമെങ്കിൽ ഒത്തിരി അധ്യായങ്ങൾ പുറകിലേക്ക് നാം പോകേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ 3 മിഷണറി യാത്രകളിലൂടെയാണ് തന്റെ ക്രിസ്തീയ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടത്. എന്നാൽ ചില വേദ പണ്ഡിതാക്കളുടെ അഭിപ്രായത്തിൽ 4 രേഖപ്പെടുത്തിയിരിക്കുന്ന 3 മിഷണറി യാത്രകൾ,
ആ ആദ്യത്തെ 2 മിഷണറി യാത്രകളും അന്ത്യോക്യയിൽ നിന്ന് ആരംഭിച്ച് അന്ത്യോക്യയിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് താൻ യാത്ര ക്രമീകരിച്ചത്. എന്നാൽ 3-ാമത്തെ യാത്ര അന്ത്യോക്യയിൽ നിന്ന് ആരംഭിച്ച് താൻ യെരുശലേമിൽ അവസാനിക്കത്തക്ക നിലയിൽ ആ യാത്ര ക്രമീകരിക്കുകയാണ്. അങ്ങനെ യെരുശലേമിനോട് അടുത്തു വരുമ്പോൾ യെരുശലേമിന് അല്പം മുമ്പ് കൈസരി എന്ന ആ പട്ടണത്തിൽ തന്നെ അല്പനാളുകൾ വിശ്രമിപ്പാനിടയായി തീർന്നു. ആ കൂട്ടത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 7 പേരിൽ ഒരുവനെന്ന് വിളിക്കപ്പെടുന്ന ഫിലിപ്പോസിന്റെ ഭവനത്തിൽ കർത്താവിന്റെ ദാസൻ ചില ദിവസങ്ങൾ വിശ്രമിച്ചു. ആ കൂട്ടത്തിൽ അവിടെ ആയിരിക്കുമ്പോൾ നാം അറിയുന്നത് പോലെ അഗബോസ് എന്ന പ്രവാചകൻ, ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകൻ, പൗലോസിന്റെ അരക്കച്ച എടുത്തിട്ട് ഇപ്രകാരം പറയുന്നു: ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യെരുശലേമിൽ വെച്ച് യഹൂദന്മാർ പിടിച്ച് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവിടെ എഴുതിയിരിക്കുന്നു, അവർ കരയാനിടയായി തീർന്നു. അവർ പൗലോസിനോട് യെരുശലേമിലേക്ക് പോകരുതെന്ന് കേണപേക്ഷിക്കുന്ന ഒരു ചിത്രം എന്നത് ആ ദൈവജനത്തിന്റെ സ്നേഹപൂർണമായ കരച്ചിൽ കണ്ടിട്ട് പൗലോസ് അവരോട് പറയുക: നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് എൻ്റെ ഹൃദയം തകർക്കുന്നത് എന്ത്? യെരുശലേമിൽ പോയി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, കർത്താവിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അതിന് ആമീൻ പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ദൈവത്തിനൊരു സ്തോത്രം പറ. അവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് ഞാൻ പറയാ: പ്രതികൂലങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ പീഡകർക്കോ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല ദൈവസഭ എന്ന് പറയുന്നത്. എത്ര പ്രതികൂലങ്ങൾ വർദ്ധിച്ചാലും, എത്ര പീഡകൾ വർദ്ധിച്ചാലും, ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിനെ അകത്ത് ക്രിസ്തു ഉള്ളവനെ തളർത്താൻ ഈ ലോകത്തിലെ ഒരു പീഡകൾക്കും കഴിയത്തില്ല. എത്ര സഭാഹോളുകൾ പൂട്ടിയാലും, എത്ര സഭാഹോളുകൾ തകർത്താലും, എത്ര സുവിശേഷാക്കിയാലും, ഇത് കർത്താവത്തോട് പറയുന്നു: ഞാൻ എന്റെ സഭയെ പണിയും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ, ഹല്ലേലൂയ. ക്രൈസ്തവ സഭയുടെ 2000 വർഷത്തെ ചരിത്രം പരിശോധിച്ച AD 65 വരെയുള്ള, അല്ലെങ്കിൽ AD 63, 64 വരെയുള്ള കാലഘട്ടം മാത്രമേ സഭയ്ക്കൊരു സമാധാനം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തുടങ്ങിയ പീഡയാണ് സഭ ഇന്നും നേരിടുന്നത്. ഹല്ലേലൂയ. മാറി മാറി ലോകരാഷ്ട്രങ്ങൾ പീഡിപ്പിച്ചെങ്കിലും പീഡിപ്പിക്കപ്പെട്ടവർ തകർന്നു പോയതല്ലാതെ ഇന്ന് രാത്രി ഈ 2026 ഫെബ്രുവരി 10 യോഗം നടക്കാൻ കാര്യം ഇത് അമാനുഷികമായ ഒരു ദൈവപ്രവൃത്തിയുടെ ഭാഗമാണ്. അത് തിരിച്ചറിഞ്ഞ് ഈ രാത്രി സ്തോത്രം പറയുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. അങ്ങനെ ഹല്ലേലൂയ, ആ കേട്ട ദൂത് പോലെ യെരുശലേമിൽ വെച്ച് ഹല്ലേലൂയ പൗലോസ് യഹൂദന്മാരാൽ പിടിക്കപ്പെട്ട് ജാതികളാൽ തടവിലാക്കപ്പെടുകയാണ്. റോമ സൈന്യത്താൽ തടവിലാക്കപ്പെടുമ്പോൾ അന്ന് രാത്രി ആ കാരാഗ്രഹത്തിനകത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഇങ്ങനെ പറയുന്നു: പൗലോസേ, നീ ഭയപ്പെടരുത്. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാ. എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുന്ന ഒരു കാര്യം പ്രതിസന്ധിക്കകത്തുള്ളതാ. ഹല്ലേലൂയ. ഇന്നലെ ആ ശബ്ദം കേട്ടിട്ടുള്ളവർ ദൈവത്തിനൊന്ന് സ്തോത്രം പറയാ. ആരും കൂടെ ഇല്ലെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നലകളിൽ അനുഭവിച്ചവർ ദൈവത്തിന് സ്തോത്രം പറയാ. ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, കർത്താവിന്റെ ദാസൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ, പടക്കൊഴുപ്പ് കൊണ്ടല്ല ഈ സുവിശേഷ യോഗം ഇവിടെ നടത്തുന്നത്. ഞങ്ങളുടെ പ്രതിസന്ധികൾക്കകത്ത് ഇറങ്ങി വന്ന് വിടുവിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ശക്തൻ എന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് ഈ സുവിശേഷ യോഗം ക്രമീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കുന്നു, നമ്മുടെ പ്രതിസന്ധികളിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന, ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ ഹല്ലേലൂയ പൗലോസിന്റെ അടുക്കൽ വന്ന് പറയുന്നു: പൗലോസേ, നീ ഭയപ്പെടരുത്. യെരുശലേമിൽ എന്നെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ നഷ്ടങ്ങൾ നമുക്കുണ്ടാകും, നമ്മുടെ പ്രാണനും നഷ്ടം വരും.
ശ്രദ്ധിക്കണമേ. അവിടെ നമ്മൾ ഹല്ലേലൂയ ആ വാക്യം വായിക്കുമ്പോൾ അറിയുന്നത് പൗലോസ് ഉപയോഗിക്കുന്ന പദം ഞാൻ അറിയുന്നു എന്നുള്ള. നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അവിടെ പൗലോസ് പറയുന്ന ആലോചന ആത്മാവ് ലഭിച്ച ഒരു ആലോചനയല്ല, തനിക്ക് ലഭിക്കപ്പെട്ട മാനുഷികമായി അന്നത്തെ സാഹചര്യങ്ങളെയും ഹല്ലേലൂയ പ്രകൃതിയെയും കൊണ്ട് തിരിച്ചറിഞ്ഞതായ താൻ മനസ്സിലാക്കിയതായ ഒരു സത്യമാണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാണ് പൗലോസ് അന്ന് കപ്പലുടമയോടും അതിന്റെ ക്യാപ്റ്റനോടൊക്കെ പങ്കുവെച്ചത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് എന്നാൽ ശതാധിപനോ പൗലോസിന്റെ വാക്കുകളെക്കാൾ കപ്പലുടമസ്ഥയുടെ അല്ലെങ്കിൽ ക്യാപ്റ്റന്റെയും മാലുമിയുടെയും വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് യാത്ര ആരംഭിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ ഭാഗം പറയുന്നത്? ഇത് ഇന്നത്തെ ലോകത്തിന്റെ ഒരു നേർചിത്രം കൂടെയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വളർച്ച കണ്ടിട്ട് സംവിധാനങ്ങളുടെയൊക്കെ പുരോഗതി കണ്ടിട്ട് ഇന്ന് കാണുന്ന നാഗരികതയും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വികസനവും കണ്ടിട്ട് ഈ ലോകം ഇങ്ങനെ എന്ന് ലോകം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ ലോകത്തിന്റെ സംവിധാനങ്ങൾ കണ്ടിട്ട് പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടിട്ട് ലോകം സുന്ദരമായി ഇങ്ങനെ മുൻപോട്ട് പോകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഇതുപോലുള്ള സുവിശേഷ യോഗങ്ങൾ ക്രമീകരിക്കപ്പെടാൻ കാരണം ഈ ലോകത്തിനൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ കൂടെയാണ്. അധികം നാൾ ഈ ലോകം ഇങ്ങനെ മുൻപോട്ട് പോകുകയില്ല. അധികം നാൾ ഈ ലോകത്തിന് ഇങ്ങനെ സുന്ദരമായി മുൻപോട്ട് പോകാൻ കഴിയുകയില്ല. കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ആകാശ കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുന്ന ഒരു കാലം അടുത്തു വരികയാണ്. മൂലപദാർത്ഥങ്ങൾ വെന്തെറിയുന്നു. ഞാൻ പറയുന്ന വാക്യം 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളാണ്. ഒന്ന് വായിച്ച് സഹായിച്ചാട്ട്. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതിരിക്കയാൽ ആകാശം ചുട്ടൊഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ആകാശം ചുട്ടൊഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര സഭയ്ക്ക് നൽകുന്ന ഒരു ആഹ്വാനമായോട് ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. ശ്രദ്ധിക്കുക, നാം പൗലോസിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച ആ ശതാധിപനെ പോലെ ഇന്ന് ലോകം സുവിശേഷത്തിന്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തെക്കൻകാരെ ശാന്തമായി ദീർഘനാളുകൾ മുൻപോട്ട് പോകുമെന്ന് ലോകം കരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ വചനം പഠിക്കുന്ന ദൈവദാസന്മാരായ ഞങ്ങൾക്ക് പറയാൻ പറ്റും, കാലം മാറാൻ പോകുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അറിവ് കൊണ്ടല്ല ഞങ്ങൾ പറയുന്നത്. കർത്താവിന്റെ ദാസൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ സംഭവിക്കപ്പെടുന്നത് തിരുവചനത്തിൽ മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രകാരം ഈ ലോകത്തിന്റെ സ്വഭാവം മാറാൻ പോകുകയാണ്. ലോക ജീവിതം ദുസ്സഹമാകാൻ പോകുകയാണ്. ലോകത്തിന്റെ സംവിധാനങ്ങൾ തകിടം മറിയാൻ പോകുകയാണ്. എന്നാൽ അവിടെയും ധൈര്യത്തോടെ ഇരിക്കാൻ കഴിയുന്ന അകത്ത് ക്രിസ്തു ഉള്ളവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് ഈ ദേശത്തെ ആഹ്വാനം ചെയ്യുവാനാണ് ഞങ്ങൾ ഇന്ന് രാത്രി സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിക്കപ്പെടുന്നത്. ശ്രദ്ധിച്ചേ, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, വായിപ്പിക്കുന്നില്ല. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞെന്ന. 2000 കൊല്ലം മുമ്പ് അത് എഴുതി വെക്കുമ്പോൾ ഇന്നത്തെ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യം അന്ന് നിലവിലില്ല. 2000 കൊല്ലം മുമ്പ് യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടെഴുതി വെച്ചു, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുമെന്ന്. ഇന്ന് 2026 വന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് AI റോബോട്ടുകളുടെ കാലമാണ്. ഇന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ടീച്ചറെ പോലെ ക്ലാസ്സിൽ കയറി വന്ന് പാഠം പഠിപ്പിക്കുന്നത്, വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് റോബോട്ട് ടീച്ചർമാരാണ്. ഹല്ലേലൂയ. നോക്കിയേ, റോബോട്ടുകൾ സംസാരിക്കുന്നു.
റോബോട്ടുകൾ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ഓക്കേ, അവ 2000 കൊല്ലം മുമ്പ് വിശുദ്ധ വേദപുസ്തകം എഴുതി വെച്ചു പ്രതിമകൾ സംസാരിക്കുമെന്ന്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ പറ, വിശുദ്ധ വേദപുസ്തകമാണോ ശാസ്ത്രമാണോ അപ്ഡേറ്റ് ആയി നിൽക്കുന്നത്? 2000 കൊല്ലം മുമ്പ് അത് പ്രവചിച്ചത് സംഭവിക്കപ്പെടുമെങ്കിൽ ഇന്ന് ഈ ലോകത്ത് നടക്കുന്നത് ഈ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പോലെ ആണെങ്കിൽ ഞാൻ ഒരു കാര്യം മാനവജാതിയോട് ദേശത്തോടായി വിളിച്ചു പറയാ, നമ്മുടെ താല്പര്യങ്ങൾ സാധിച്ചു എന്ന് കണ്ട് ദൈവത്തെ മറന്നു ജീവിക്കരുത്. വിശുദ്ധ വേദപുസ്തകം പറയുന്ന പോലെ കാലം തിരിയാൻ സമയമായി അപ്രത്യാശയകത്തുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഈ യാത്ര മുൻപോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, സമയം വളരെ കടന്നു പോകുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊന്ന് ചുരുക്കി എൻ്റെ വചന ചിന്തയിലേക്ക് വേഗത്തിൽ കയറി വരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ യാത്ര മുൻപോട്ട് പോകുമ്പോൾ എഴുതിയിരിക്കുന്നു, ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചുപിടിയിരിക്കുന്നവരെല്ലാം ദൈവമക്കളാണ് ആ ഭാഗം അറിയാം. പെട്ടെന്ന് കാലം മാറി, സാഹചര്യം മാറി, വലിയ പ്രതിസന്ധി അവിടെ രൂപപ്പെട്ടു. ആ പ്രതിസന്ധി രൂപപ്പെട്ടത് വിശദീകരിക്കാൻ വേണ്ടി ആ അധ്യായത്തിൽ പറയുന്ന ചില വാക്കുകളുണ്ട്. ഹല്ലേലൂയ. ഒരു വാക്ക് പാറിപ്പോയെന്ന. ഹല്ലേലൂയ. കപ്പൽ പാറിപ്പോയി, നിയന്ത്രണം വിട്ടുപോയി, കൺട്രോൾ വിട്ടുപോയി. ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുവരാൻ, ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ദേശത്തെ കൊണ്ടുവരാൻ കഴിയാത്ത, നിയന്ത്രണം വിട്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. മറ്റൊന്ന് അവിടെ എഴുതിയിരിക്കുന്നത് കൊടുങ്കാറ്റിനാൽ അത്യന്തം വലയുക കൊണ്ട്. ഹല്ലേലൂയ. കൊടുങ്കാറ്റിനാൽ അത്യന്തം വലയുന്ന ഒരു സാഹചര്യം. പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്, സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാത്ത 14 ദിവസങ്ങൾ, അതുകൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. നോക്കിയേ, സകലവിധത്തിലും പ്രതിസന്ധികൾ വർദ്ധിക്കുന്ന, സകലവിധത്തിലും പ്രതികൂലം വർദ്ധിക്കുന്ന ഒരു രാത്രിയിൽ ഹല്ലേലൂയ ആർക്കും ലഭിക്കപ്പെടാത്തൊരു ധൈര്യം കർത്താവിന്റെ ദാസന്റെ മേൽ ഇറങ്ങി വരികയാ. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെടുമ്പോൾ, 14 ദിവസമായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതിരിക്കുമ്പോൾ, ഈഡിയൻ കടലിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ ആർക്കും പ്രാപിക്കാൻ കഴിയാത്തൊരു ധൈര്യം ആ ദൈവദാസന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയാ. ഇന്ന് രാത്രി അത് അനുഭവിച്ചിട്ടുള്ളവർ ദൈവത്തിന് സ്തോത്രം പറയാ. കാരണം എന്താ? അപ്പോസ്തലൻ പറയുന്നു, കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ഞാൻ ആയിരിക്കുന്നിടത്ത് ഇറങ്ങി വന്നതിനോട് സംസാരിച്ചു. ഇന്ന് രാത്രി ഞങ്ങളെ നടത്തുന്നത് ലോകത്തിന്റെ തത്വങ്ങളല്ല, ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്നത് ഈ ലോകത്തെ തത്വശാസ്ത്രങ്ങളുമല്ല. ഞങ്ങളോട് സംസാരിക്കുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട്. അത് അനുഭവിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇനി ഞാൻ ആ മുഖപുര ഇവിടെ അവസാനിപ്പിക്കട്ടെ. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ദാസൻ, അവിടെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ കപ്പൽ ചരക്കുകളെല്ലാം അവർ എറിഞ്ഞു കളഞ്ഞു, ഭക്ഷണം എറിഞ്ഞു കളഞ്ഞ ഒരു സാഹചര്യത്തിൽ 14 ദിവസമായി രാത്രി ഏതാന്ന് പകലേതാന്ന് അറിയാതെ 276 പേർ രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു കിടക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, കർത്താവിൻ്റെ ദാസൻ എഴുന്നേറ്റു, വാഴ്ത്തി നുറുക്കി ആഹാരം കഴിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പീൻ. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുഖവര ഇവിടെ അവസാനിപ്പിക്കാം. ക്രിസ്തുവിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിച്ചവനൊരു പ്രത്യേകതയുണ്ട്, അവനത് മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം നാം പ്രാപിച്ച അനുഗ്രഹങ്ങളെ മറ്റുള്ളവരിലേക്ക് പകരാൻ ഇന്ന് രാത്രി ദൈവം നമുക്ക് തരുന്ന കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യാം.
ആമേൻ. ഇന്ന് രാത്രി ഈ വചനം ഇവിടെ തുറന്ന് പ്രസംഗിക്കപ്പെടുമ്പോൾ അത് ഈ ദേശത്തെ ചിലരുടെ ഉള്ളങ്ങളിലേക്ക് ആമേൻ പൗലോസിൽ പകർന്ന പൗലോസ് പ്രാപിച്ച ആ ധൈര്യത്തെ 275 പേരിലേക്ക് പകരാൻ പറ്റിയെങ്കിൽ ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ആമേൻ ആമേൻ ഒരു വ്യക്തിയുടെ ഉള്ളിലെങ്കിലേക്ക് ഈ സുവിശേഷത്തിന്റെ സമാധാനം പകരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. അവരോട് പറയുന്നു, നിങ്ങൾ ധൈര്യത്തോട് ഇരിപ്പിൻ. ഈ പ്രതികൂലം നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ ലോകത്തിൽ ധൈര്യത്തോടിരിക്കാൻ നമുക്ക് കാരണമാകുന്ന 5 വിധ കാര്യങ്ങൾ, അതാണ് ഇന്ന് രാത്രിയിലെ എൻ്റെ സന്ദേശത്തിൻ്റെ ചുരുക്കം. നമുക്കറിയാം, ബൈബിൾ പഠിതാക്കളാണല്ലോ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും. 365 പ്രാവശ്യം ഭയപ്പെടരുത് അല്ലെങ്കിൽ ധൈര്യപ്പെടാൻ പറയുന്ന സന്ദേശം ബൈബിളിൽ ഉണ്ട് എന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. ആ 365 ആമേൻ ഇന്നത്തെ രാത്രിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന വാക്യങ്ങളാണ്. എന്നാൽ സമയത്തിൻ്റെ അഭാവങ്ങൾ നിമിത്തം അതിൽ നിന്ന് കർത്താവായ യേശു പറഞ്ഞ ഒരു 5 കാര്യം ആമേൻ ഒരു സുവിശേഷ യോഗമെന്ന നിലയിൽ ആമേൻ പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ വേഗത്തിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിക്കുക. ഒന്നാമത് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ യേശു ആ സമയത്തായിരിക്കുന്ന ഭവനത്തിലേക്ക് ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ അരികിലേക്ക് അവനെ കൊണ്ടുവരുവാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ മേൽക്കൂര പൊളിച്ച് 4 പേർ ചേർന്ന് അവൻ കട്ടിലിൽ യേശു ഇരിക്കുന്ന ഇടത്തേക്ക് അവനെ ഇറക്കുകയാണ്. അവിടെ നിന്നൊക്കെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ഒത്തിരി നമുക്കറിയാം. ഞാൻ അതൊന്നും ആമേൻ ഇന്ന് രാത്രി ഇവിടെ പറയുന്നില്ല. 4 പേർ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ അരികിലേക്ക് ഈ രോഗി വരുമ്പോൾ ജനം പ്രതീക്ഷിക്കുന്നത്, കൊണ്ടുവന്നവർ പ്രതീക്ഷിക്കുന്നത് അവൻ്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന ഒരു യേശുവിനെയാണ്. അവരതിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്. പക്ഷേ യേശുവിൻ്റെ പ്രസ്താവന, ധൈര്യപ്പെടുവീൻ, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം. മാനവജാതിക്ക് ധൈര്യപ്പെടാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എൻ്റെ പാപം മോചിച്ചു എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ഈ രാത്രി ആ തിരിച്ചറിവുള്ളവർ ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ട്, ഞങ്ങളുടെ പാപം മോചിച്ചു എന്നുള്ള തിരിച്ചറിവ്. ഈ ഉലകത്തിൽ നമുക്ക് അത്രയും ധൈര്യം നൽകുന്ന വേറെ ഒരു എനർജിയുമില്ല, വേറെ ഒരു സിസ്റ്റവുമില്ല, വേറെ ഒരു സംവിധാനവുമില്ല, വേറൊരു ഫിലോസഫിയും ഇല്ല. ഹല്ലേലൂയ. ലോകത്തിൽ ഏറ്റവും വലിയ ധൈര്യ സ്രോതസ് എന്ന് പറയുന്നത് എൻ്റെ പാപം എൻ്റെ കർത്താവ് മോചിച്ചു കഴിഞ്ഞു. ആ ഉറപ്പില്ലെങ്കിൽ ഇന്ന് രാത്രി ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ആ ഉറപ്പില്ലെങ്കിൽ ഈ രാത്രി ഒരു പക്ഷേ നിനക്ക് ലഭിക്കപ്പെടുന്ന അവസാന സമയമായിരിക്കാം പാപമോചനം പ്രാപിച്ചെന്നുള്ള ഒരു ഉറപ്പ്. അത് ലഭിച്ചവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്തുകൊണ്ടാണ് 4 പേർ ചുമന്നുകൊണ്ടുവരുന്ന, എഴുന്നേൽക്കാൻ കഴിയാതെ, നടക്കാൻ കഴിയാതെ, പ്രതികരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി യേശുവിൻ്റെ മുമ്പിൽ വന്നപ്പോൾ യേശു അവനോട് ആദ്യം പറഞ്ഞത്, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. കാരണം മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി നടക്കേണ്ട വിടുതൽ പാപത്തിൽ നിന്നുള്ള വിടുതല. അംഗീകരിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവിടെ നിന്ന് ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിലും 3 കാര്യം മാത്രം ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകട്ടെ. എന്താണ് പാപം?
എന്തുകൊണ്ടാണ് പാപം മോചിക്കപ്പെടേണ്ടത്? എങ്ങനെയാണ് പാപം മോചിക്കേണ്ടത് അല്ലെങ്കിൽ മോചിക്കപ്പെടുന്നത്? 3 കാര്യം ചുരുക്കത്തിൽ വേഗത്തിൽ പറയാം. എന്താണ് പാപം? വിശുദ്ധ വേദപുസ്തകം പാപത്തിന് ഒട്ടനവധി നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, വേദപുസ്തകം പ്രത്യേകിച്ച് പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്, യവനായ ഭാഷയിലാണ്. യവനായ ഭാഷയിൽ ഏകദേശം 15ഓളം പദങ്ങളാണ് പാപത്തിന് പകരമായി എഴുതി വച്ചിരിക്കുന്നത്. ആമേൻ. ഹമാറ്റിയ, അനോമിയ, അസേബിയ, അഴിക്കിയ, പാരബ്ചോമ, ആമേൻ, പാരബേസിസ്, ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ 15 ആമേൻ വാക്കുകളാണ് പാപത്തിന് പകരമായി എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹമാറ്റിയ എന്ന പദമാണ്. ഹമാറ്റിയ എന്ന പദത്തിന്റെ അർത്ഥം നമുക്ക് പരിചിതമാണ്. ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മിസ് ദ മാർക്ക്, അല്ലെങ്കിൽ മിസ് ദ ടാർഗറ്റ് എന്നുള്ളതാണ്. ദൈവം മാനവജാതിയെ സൃഷ്ടിച്ച ആ ദൈവിക ലക്ഷ്യത്തിൽ നിന്നും മനുഷ്യൻ മാറിയതാണ് പാപമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ വിശദമാക്കട്ടെ. പാപം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രവൃത്തിയല്ല. ഏതെങ്കിലും ഒരു പ്രവൃത്തിയാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ നമ്മൾ പാപികളല്ലാതായി മാറിയതിനെ. എന്നാൽ ഒരു പാപവും അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും, പാപമായ ഒരു പ്രവൃത്തിയും ഉലകത്തിൽ നാം ചെയ്തില്ലെങ്കിലും വേദപുസ്തകം നമ്മെ വിളിക്കുന്നത് പാപി എന്നാണ്. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഹല്ലേലൂയ, ആമേൻ, ഒരു തെറ്റും ചെയ്യാത്തവനെ എന്തുകൊണ്ടാണ് പാപി എന്ന് വിളിക്കുന്നത്? കാരണം ഏതെങ്കിലും വ്യക്തിയുടെ പ്രവൃത്തിയല്ല പാപമായി വേദപുസ്തകം കണക്കാക്കപ്പെടുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, മദ്യപാനം ഒരു പാപം തന്നെയാണ്. ആമേൻ. മദ്യപാനം പാപമാണെങ്കിൽ ഞാൻ മദ്യപിക്കാതിരുന്നാൽ ഞാൻ പാപിയല്ലാതായി മാറത്തില്ലേ? ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം ഞാൻ കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ പാപിയല്ലാതായി മാറി. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തിയല്ല ആമേൻ പാപമെന്ന് പറയുന്നത്. പാപം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത് ദൈവത്തെ അറിയുവാൻ, ദൈവവുമായി ബന്ധപ്പെടുവാൻ, ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ, ദൈവത്തോടുള്ള കൂട്ടായ്മ അനുഭവിപ്പാൻ, ദൈവത്തോട് ചേർന്ന് വസിക്കാൻ, ദൈവത്തോട് ചേർന്ന് നടക്കാൻ ദൈവം മനുഷ്യന് നൽകിയ ആത്മീയ അവസ്ഥയെ അല്ലെങ്കിൽ ആ പൊസിഷനെ, ആ അധികാരത്തെ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയപ്പോൾ, ആ അധികാരമില്ലാത്ത, ആ ആക്സസ് ഇല്ലാത്ത ദൈവത്തിങ്കലേക്ക് അടുത്തു ചെല്ലാനുള്ള അധികാരം നഷ്ടപ്പെടുത്തിയ മനുഷ്യന്റെ അവസ്ഥയാണ് പാപമെന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അമേ, ഒരുപക്ഷെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാം, ഹല്ലേലൂയ, മഹാത്മാഗാന്ധി സ്വർഗത്തിൽ പോകുമോ, മദർ തെരേസ സ്വർഗത്തിൽ പോകുമോ? കാരണം അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് ലോകം വിശ്വസിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും വേദപുസ്തകം നമ്മളെ പാപി എന്ന് വിളിക്കാൻ കാര്യം നമുക്ക് ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലാനുള്ള, ദൈവ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനുള്ള നമ്മുടെ യോഗ്യത നഷ്ടപ്പെട്ടു എന്നുള്ളതാ. എന്തുകൊണ്ടെന്ന് ആദാമിന്റെ പാപത്തിന്റെ ഫലമായി. അതുകൊണ്ട് ഈ ഉലകത്തിൽ ജനിക്കപ്പെടുന്ന സകല മനുഷ്യരും പാപികളാണെന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കപ്പെട്ട സകലർക്കും രക്ഷയാവശ്യമാണ്. എത്ര പാരമ്പര്യമുള്ള ക്രൈസ്തവ കുടുംബത്തിനകത്ത് പിറന്നാലും, പെന്തക്കോസ്തിന്റെ 4ാം തലമുറയായി ജനിക്കപ്പെട്ടാലും അവൻ പാപിയാണ്. അവന് രക്ഷ വേണമെങ്കിൽ, അവന് നിത്യതയിൽ എത്തണമെങ്കിൽ യേശുവിലൂടെയുള്ള രക്ഷ സ്വീകരിച്ചേ മതിയാവൂ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇന്ന് രാത്രി ആ പാപത്തിന്റെ തിരിച്ചറിവ് ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത് ചേർന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? പാപം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, രണ്ടാമത്, പാപത്തെ ദൈവം എത്ര ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഒരു സഭയുടെ വ്യാഖ്യാനമല്ല, ഏതെങ്കിലും ബൈബിൾ ടീച്ചേഴ്സിന്റെ വ്യാഖ്യാനമല്ല.
ഏതെങ്കിലും സമൂഹത്തിന്റെ വേദശാസ്ത്രത്തിന്റെയോ വ്യാഖ്യാനം അനുസരിച്ചല്ല പാപത്തെ നിർവചിക്കേണ്ടത്. പാപത്തെ നിർവചിക്കേണ്ടത് വിശുദ്ധനായ ദൈവം അതിനെ എത്ര ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ്. ഒരു വാക്ക് മാത്രം പറയട്ടെ. യൂദായുടെ ലേഖനത്തിലും വായിക്കുമ്പോൾ പാപികളെ കുറിച്ച് അവിടെ പറയുന്നത് തീയിൽ കിടക്കുന്ന ചിലരെ ഹല്ലേലൂയ വലിച്ചെടുക്കണമെന്ന, പാപത്തിൽ ജീവിക്കുന്നവരെ ചിത്രീകരിക്കപ്പെടുന്നത് തീക്കകത്തു വീണ ഒരു വ്യക്തി എന്ന പോലെ. അർത്ഥം എന്താണ്? ഒരു സെക്കൻഡ് മുമ്പേ നിങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അവർ തീക്കകത്ത് കിടക്കുന്ന ഓരോ സെക്കൻഡും അവർ രക്ഷപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. ഏത് കുടുംബത്തിൽ ജനിച്ചാലും ഏത് പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിലും യേശുവിലൂടെ രക്ഷ അനുഭവിച്ചില്ലെങ്കിൽ നീ തീക്കകത്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ രാത്രി യേശു നിന്നെ വിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് പാപത്തിൽ നിന്നൊരു മോചനം? വിശുദ്ധ വേദപുസ്തകം ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ അത് നിത്യ മരണമാണെങ്കിൽ സകല മാനവജാതിയും അതിൽ നിന്ന് പുറത്തു വരണമെന്ന് വിശുദ്ധനായ ദൈവം ആഗ്രഹിക്കുന്നു. ആ രക്ഷ അനുഭവിച്ചവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുക. സമയത്തിന്റെ ഭാവത്തിന് വാക്കുകൾ വെട്ടിച്ചുരുക്കട്ടെ. എങ്ങനെ പാപമോചിക്കപ്പെടാ? ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. കർമാചാരങ്ങൾ കൊണ്ട് പാപം മോചിക്കപ്പെടത്തില്ല. കർമ്മമണ്ഡലങ്ങൾ കൊണ്ട് പാപം മോചിക്കപ്പെടത്തില്ല. നേർച്ച കാഴ്ചകൾ കൊണ്ട് പാപം മോചിക്കപ്പെടത്തില്ല. പാപം മോചിക്കപ്പെടാൻ ഒരേ ഒരു വഴി പാപത്തിന്റെ പ്രായശ്ചിത്ത ബലിയായി, പാപത്തിന്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവായ യേശുവിലുള്ള രക്ഷയിലൂടെ മാത്രമേ പാപം മോചിക്കപ്പെടുകയുള്ളൂ. പാപത്തിന്റെ പരിഹാരമായി, പാപത്തിന്റെ പ്രായശ്ചിത്ത ബലിയായി മരിച്ചുയർത്തെഴുന്നേറ്റ ഒരേ ഒരു വ്യക്തിയെ ഉലക ചരിത്രത്തിലുള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ എന്റെ യേശുവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി സധൈര്യം വിളിച്ചു പറയാ, മറ്റൊരുത്തന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ യേശു അല്ലാതെ വേറൊരു നാമവുമില്ല. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. ഈ ഉലക ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന വലിയ കൊടിയ പീഡകളിലേക്ക് ലോകം കടന്നു പോകാൻ പോകുമ്പോൾ ഈ ലോകത്തിൽ ധൈര്യത്തോടെ ഇരിക്കാൻ കഴിയുന്നത് ഒന്നാമത് എൻ്റെ പാപം എൻ്റെ കർത്താവ് മോചിച്ചെന്നുള്ള തിരിച്ചറിവുള്ളവർക്ക് മാത്രമാണ്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരാളെങ്കിലും ആ ബോധത്തോടെയല്ല, ആ തിരിച്ചറിവ് ഇതുവരെ പ്രാപിച്ചില്ലെങ്കിൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ വചനപ്രകാരം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ രാത്രി വേറെ ഉലകത്തിൽ വേറെ ഒന്നിനെ കുറിച്ച് നിനക്ക് ഉറപ്പില്ലെങ്കിലോ എൻ്റെ പാപം എൻ്റെ കർത്താവ് മോചിച്ചെന്നൊരു ഉറപ്പ് പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് നൽകട്ടെ. അതിനായി ദൈവം നമ്മെ ഈ ദേശത്തെയും ഒരുക്കുമാറാകട്ടെ. ഒന്നാമത് ധൈര്യത്തോടെ ഇരിക്കാൻ കഴിയുന്നത് പാപം മോചിക്കപ്പെട്ടു എന്നുറപ്പുള്ളവനാണ്. രണ്ടാമത് വേഗത്തിൽ വായിക്കുക. മത്തായി സുവിശേഷം 10:41. ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു പറയേണ്ടതെങ്കിലും വേഗത്തിൽ പറഞ്ഞു പോകുന്നു. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യം. അപ്പോൾ യേശു നിന്ന് അവനെ വിളിക്കുവിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ യേശു ശമരിയ പട്ടണത്തിലൂടെ കടന്നു പോകുകയാണ്. യേശു ശമരിയ പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ന പോലെ ഒരു വലിയ പുരുഷാരം, ആയിരക്കണക്കിന് പേർ വരുന്ന ഒരു പുരുഷാരം യേശുവിനെ പിൻഗമിക്കുകയാണ്. വലിയ പുരുഷാരത്തിൻ്റെ ആരവാരം കേട്ടപ്പോൾ ആ വഴിയരികിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന തിമായിയുടെ മകനായ ഒരു വ്യക്തി തന്റെ സമീപം നിൽക്കുന്നവരോട് ചോദിച്ചു, ഈ ആരവാരം എന്താണ്? അവർ പറയുന്നു, നസ്രയനായ യേശു ഈ വഴിയായി കടന്നു വരുന്നു. പെട്ടെന്ന് അവൻ നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര, എന്നോട്
കരുണ തോന്നണമേ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ മറ്റ് സുവിശേഷം ചേർത്ത് വായിക്കുമ്പോൾ മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കാൻ ശാസിച്ചെന്നാം. ഹല്ലേലൂയ. ആയിരക്കണക്കിന് പേർ ആമെ പിൻഗമിക്കപ്പെടുന്ന ഒരു യാത്രയിൽ ആരോരുമില്ലാതെ വഴിയരികിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ നിലവിളി യേശുവിൻ്റെ കാതുകളിലെത്തി. ഹല്ലേലൂയ. യേശു പറയുന്നു അവനെ വിളിക്കുക. ഹല്ലേലൂയ. ശിഷ്യന്മാർ ചെന്ന് അവനോട് പറഞ്ഞ പദമാണ് നമ്മൾ വായിച്ചത്, ധൈര്യപ്പെടുക, യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു കാര്യം പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ഒന്നുമില്ലാത്തവൻ്റെയും ആരുമില്ലാത്തവൻ്റെയും ഒറ്റപ്പെട്ടവൻ്റെയും തള്ളപ്പെട്ടവൻ്റെയും ശബ്ദം കേൾക്കാൻ ഉലകത്തിൽ ആരുമില്ലാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയാ, ആ ശബ്ദം കേൾക്കുന്ന ഒരു യേശു ജീവിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറയാം. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വിദൂരകൾ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നീ എത്ര തള്ളപ്പെട്ടവനാണെങ്കിലും, നീ എത്ര ഒറ്റപ്പെട്ടവനാണെങ്കിലും, നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന വേദനയുടെ ശബ്ദം കേൾക്കാം. ഉലകത്തിൽ ആരുമില്ലെങ്കിൽ ഇന്ന് രാത്രി ആ ശബ്ദം കേട്ട് പ്രതികരിക്കുന്ന ഒരു യേശു നിന്നെ വിളിക്കുന്നു. നിനക്ക് ധൈര്യമായിരിക്കാം. ആ യേശുവിന്റെ വിളി ഈ സുവിശേഷ ശബ്ദത്തിലൂടെ നിന്റെ കാതുകളിൽ എത്തുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും സാക്ഷ്യം പറയാൻ അവസരം കൊടുത്താൽ അവർ പറയും, എന്താ ഇതിനകത്ത് വന്നിരിക്കാൻ കാര്യം? അപ്പോൾ ഡോക്ടർമാർ കൈമലർത്തിയപ്പോൾ, സമൂഹം കൈമലർത്തിയപ്പോൾ, ഒറ്റപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ദൈവദൂതന്മാർ എന്ന പോലെ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ചില പ്രവർത്തികളാണ് നമ്മെ ലജ്ജ കൂടാതെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റിയത്. അമ്മ അത് അനുഭവിച്ചിട്ടുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കാൻ അമ്മ വെമ്പി നടന്ന ചിലതിൻ്റെ ഉള്ളിലേക്ക് ആ സമയത്ത് ആ കരച്ചിൽ കേട്ട് ഇറങ്ങി വന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യം എത്ര വലുതാണ് ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ബിസിനസ് ചെയ്ത് ഏകദേശം 10, 25, 30 ലക്ഷത്തോളം രൂപ തനിക്ക് കടം വന്നു. തനിക്ക് മനസ്സിലായി ഇനി തന്നെ കൊണ്ട് അത് വീട്ടുവാൻ കഴിയുകയില്ല. താൻ തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് അവൻ ഭാര്യയുടെ ഒരു സാരി എടുത്ത് ചുറ്റി മറുഭാഗം തൻ്റെ കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തൻ്റെ കോളിംഗ് ബെൽ അടിച്ചു. അതാണ് ആദ്യം മൈൻഡ് ചെയ്യാതെ വിട്ടതിനെ മരിക്കാൻ പോകുകയല്ലേ, ഇനി ആര് വന്നാലെന്താ. പക്ഷെ ആ വന്ന വ്യക്തി നിർത്താതെ കോളിംഗ് ബെൽ അടിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വ്യക്തി ഇറങ്ങി വന്ന് ഡോർ തുറന്നു ചോദിച്ചു, ആരാ? അപ്പോൾ ഒരു പ്രായമുള്ള വളരെ വൃദ്ധനായ ഒരു സഞ്ചാര ഉപദേശിയ. ഹല്ലേലൂയ. എന്തിനാ കോളിംഗ് ബെൽ അടിച്ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ റോഡിലൂടെ നടന്നു വന്നപ്പോ ആരോ എന്നെ തെള്ളി മുറ്റത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ഒരുത്തൻ ഇവിടെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കുക, അവനെ നീ രക്ഷിക്കണം. ജുഡകമന പതക ജഗതന. ഇന്നലെ ജീവിതത്തിൽ ആരും നമ്മളെ കാണാനില്ലാതിരുന്നപ്പോൾ, ആരും നമ്മെ സഹായിക്കാനില്ലാതിരുന്നപ്പോൾ ഇറങ്ങി വന്ന് വിടിവിച്ച ദൈവത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ സ്തോത്രത്തോടെ അവന്റെ നാമത്തിന് ഉയർത്താൻ ചെയ്യുക. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റുന്നേ? നമ്മെ വിളിക്കുന്ന ഒരു കർത്താവ്. നമ്മുടെ ശബ്ദം ആമേൻ ഹല്ലേലൂയ ഇല്ലാതാക്കാൻ ലോകം ശ്രമിക്കുമ്പോഴും ഹൃദയവേദനയോടുള്ള നിലവിളികളെ കേട്ട് ഹല്ലേലൂയ ആമേൻ ആ ഭാഗമൊക്കെ നിന്ന് വിശുദ്ധീകരിക്കേണ്ടതാ. ഹല്ലേലൂയ. അവൻ വഴിയരികെ നിന്നുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആ ഭാഗമൊക്കെ ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കാറുള്ള ഭാഗമാ. അവൻ കേട്ട ശബ്ദം നസ്രയനായ യേശു വരുന്നെന്ന്. പക്ഷെ അവൻ വിളിച്ച നിലവിളി, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന ദൈവ മക്കളോട് എൻ്റെ വാത്സല്യ ദേശനിവാസികളോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നീ ആയിരിക്കുന്നിടത്ത് ഹൃദയപൂർവ്വ ഉയർത്തുന്ന ഒരൊറ്റ പ്രാർത്ഥന നിന്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്നതാണ്. നിന്റെ ജീവിതത്തിൻ്റെ അസാധ്യതകളെ മാറ്റുന്നതാണ്. നിന്റെ ഹൃദയത്തിൻ്റെ തകർച്ചകളെ അത് മാറ്റുന്നതാണ്. ഇന്ന് രാത്രി ആരും മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും യേശു ആരാണെന്ന് നിനക്ക്
നിനക്കൊരു ബോധ്യമുണ്ടെങ്കിൽ ഉറക്ക നിലവിളിക്കുക. നിന്റെ ശബ്ദം കേട്ട് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ചില ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ദേശത്തിന്റെ ചില ശക്തികളെ മേൽ ദൈവസഭ ഒരുമിച്ച് ജയമെടുക്കുന്ന ഒരു രാത്രിയും കൂടെ ആയി തീരട്ടെ. ഹല്ലേലൂയ. വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ഹല്ലേലൂയ. മൂന്നാമത്തെ ഭാഗം വായിക്കാം. മത്തായി സുവിശേഷം 9:22. മത്തായി സുവിശേഷം 9:22. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നു, 12 വർഷമായി രക്തസ്രാവക്കാരിയായ ഒരു സഹോദരി, ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട്, അവളെക്കുറിച്ച് 5 കാര്യം സുവിശേഷം പറയും നമുക്കറിയാം. നാം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പല വൈദ്യന്മാരാൽ ഏറിയ ഒന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും നഷ്ടപ്പെട്ടിട്ട് ഒട്ടും ഭേദം വരാതിരിക്കുന്ന ഒരു സഹോദരി. ഹല്ലേലൂയ. നോക്കിയേ, ജീവിതത്തിന്റെ എല്ലാം തകർന്നുപോയി. ഒത്തിരി പരിശ്രമങ്ങൾ ചെയ്തതാ. പരിശ്രമം ചെയ്യാതിരുന്നതല്ല, തനിക്കുള്ളതൊക്കെയും ചെലവിട്ട് ഹല്ലേലൂയ പല വൈദ്യന്മാരടുക്കൽ പോയി ഏറിയ ഒന്ന് സഹിച്ച് എല്ലാം തകർന്നു നിൽക്കുന്ന ഒരു സഹോദരി. പക്ഷെ ആ സഹോദരിയോടും കർത്താവിന്റെ ഒരു ശബ്ദം, ധൈര്യപ്പെട്, നീ ധൈര്യപ്പെട്. ഇന്ന് രാത്രി അതേ ജീവിത അനുഭവത്തിലൂടെ പോകുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിന്റെ രോഗം എത്ര കഠിനമാണെങ്കിലും വിടുവിക്കാൻ കഴിയുന്ന യേശുവിന്റെ സാന്നിധ്യം ഈ പന്തലിനകത്തുണ്ട്. എത്ര മാരക രോഗമാണെങ്കിലും ഇന്ന് രാത്രി ഹല്ലേലൂയ വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുടെ കര ഈ രാത്രി ദേശത്ത് വെളിപ്പെടട്ടെ. ഈ നിമിഷം ദൈവം എനിക്ക് തന്ന നിയോഗത്തോടും ദൈവം എനിക്ക് തന്ന അഭിഷേകത്തോടും ഞാൻ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദ പരിധിക്കുള്ളിൽ ചില രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഭവനത്തിന്റെ ഉള്ളറകളിൽ കിടക്കയിൽ എഴുന്നേൽക്കാൻ കഴിയാതെ ഇന്ന് രാത്രി വിടുതൽ ഇല്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില ജീവിതങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്ന ഈ രാത്രി ദൈവ നിയോഗത്തോടെ, ദൈവം തന്ന ആത്മീയ അധികാരത്തോടെ ഈ ശബ്ദം കേൾക്കുന്ന, അല്ല ലൈവിലൂടെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഒട്ടും ഭേദം വരാതെ ഇന്ന് രാത്രി ആയിരിക്കുന്നെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശുവിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. നീ ധൈര്യപ്പെട്. ഇന്ന് രാത്രി എഴുന്നേൽക്കാൻ തയ്യാറാക. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഈ രാത്രി ആ നിയോഗത്തോടെ ഞാൻ പറയുന്നു, ഇതിനകത്ത് ദൈവിക വിടുതലുകൾ നടക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏറിയ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ചില രോഗങ്ങൾ ഈ രാത്രി സൗഖ്യമാകട്ടെ. ഏറിയ നാളുകളായി ജനത്തെ ഇല്ലാതാക്കുന്ന ചില ആരോഗ്യങ്ങളെ ഇല്ലാതാക്കുന്ന ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ചില ക്യാൻസർ സ്പിരിറ്റുകളെ ഞങ്ങൾ സൗഖ്യമാക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില ഹാർട്ട് അറ്റാക്കുകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില കിഡ്നി പ്രോബ്ലങ്ങൾ മാറിപ്പോകുന്നു. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഇന്ന് രാത്രി തളർന്നിരിക്കരുത്. ഇന്ന് രാത്രി നിരാശപ്പെട്ടിരിക്കരുത്. വിടുവിക്കുന്ന യേശുവിന്റെ അടുക്ക വന്നിട്ടുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഹൃദയമേ ഈ രാത്രി ധൈര്യപ്പെടുക. കഥ പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. ധൈര്യപ്പെട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ചേർന്നൊന്ന് പറഞ്ഞേ, ധൈര്യപ്പെട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സൗഖ്യമാക്കാൻ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നൊരു മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ
ആമേൻ വിശ്വാസത്തിലൂടെ മാത്രമാണ് പുതിയ നിയമത്തിനകത്ത് വിടുതലുകൾ ലഭിക്കപ്പെട്ടിട്ടുള്ളത്. രക്ഷ വേണോ? വിശ്വസിച്ചേ പറ്റൂ. ആമേൻ സൗഖ്യം വേണോ? വിശ്വസിച്ചേ മതിയാവൂ. നിത്യത വേണോ? വിശ്വസിച്ചേ മതിയാവൂ. ആത്മീയ അനുഗ്രഹങ്ങൾ വേണോ? വിശ്വസിച്ചേ മതിയാവൂ. വിശ്വാസമല്ലാത്ത വേറൊരു വ്യവസ്ഥിതി പുതിയ നിയമത്തിനകത്തില്ല. ഒരു കർമാചാരങ്ങൾ കൊണ്ട്, നേർച്ച കാഴ്ചകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ആ വിശ്വസിക്കാൻ കൃപ കിട്ടിയവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവിടുന്ന് ഒരു കാര്യം പറഞ്ഞ് മുന്നോട്ട് പോയേ പറ്റൂ. എന്താണ് വിശ്വസിക്കേണ്ടത്? ഇന്നത്തെ ലോകത്തിൽ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു വാക്യമായത്. നിന്റെ വിശ്വാസം നിന്നെ, നീ എന്ത് വിശ്വസിച്ചോ അത് നിന്നെ രക്ഷിക്കുമെന്ന്. പക്ഷെ എന്താണ് വിശ്വസിക്കേണ്ടത്? ഹല്ലേലൂയ. ആരെയാണ് വിശ്വസിക്കേണ്ടത്? വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വാക്യങ്ങൾ മാത്രം പറയുന്നു. പൗലോസ് തന്നെ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രസ്താവന, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആമേൻ. വിശ്വാസത്തിന് ഒറ്റ വ്യക്തിയേ ഉള്ളൂ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരാളെ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ്. ആ കർത്താവിലാണ് വിശ്വസിക്കേണ്ടത്. എന്നെങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഒറ്റ വാക്യം റോമർ 10 പറയുന്നു, രക്ഷയ്ക്കായി വിശ്വസിക്കണം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. ആമേൻ. ധൈര്യപ്പെടാനുള്ള മൂന്നാമത്തെ കാരണം, നാം വിശ്വസിക്കാനുള്ളൊരു കൃപ കർത്താവ് നമുക്ക് നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളാണെന്ന് എനിക്കറിയാം. ആമേൻ. നമ്മെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നാം നടക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാം, അവനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. അംഗീകരിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാലാമത്തെ കാര്യം ഒറ്റ വാക്കിൽ പറയട്ടെ. വായിക്കാം. മത്തായി 14:27 വേഗത്തിൽ. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഈ സാഹചര്യം നമുക്കറിയാം. മത്തായി 14 ഈ പറയപ്പെട്ട വാക്യത്തിന്റെ ചുറ്റുപാടുകൾ നമ്മൾ വായിക്കുമ്പോൾ, യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരു പടകിൽ യാത്ര ചെയ്യുകയാണ്. രാത്രിയിൽ അവർക്കെതിരെ ശക്തമായ കാറ്റടിക്കുകയാണ്. ഓളം തിരമാലകൾ അവരുടെ പടകിനെ മുക്കിക്കളയാൻ അടുത്തു വരികയാണ്. അവരെല്ലാം പ്രാണ രക്ഷാർത്ഥം നിലവിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ, വേദപുസ്തകത്തിൻ്റെ ഭാഷ തന്നെ പറയട്ടെ, രാത്രിയുടെ 4-ാം യാമത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത ആ സമയത്ത്, ഹല്ലേലൂയ, അവരുടെ അരികിലേക്ക് വരാൻ അവിടെ വ്യക്തമായി വേദപുസ്തകം പറയുന്നു, മറ്റു പടകുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റ വാക്കിൽ അങ്ങ് പറയുക, ഒരു ഓപ്ഷന് മുമ്പിലില്ലായിരുന്നു, ഒരു വഴി മുമ്പിലില്ലായിരുന്നു. പക്ഷെ രാത്രിയുടെ 4-ാം യാമത്തിൽ അവിടെ കാതിൽ കേട്ടൊരു ശബ്ദം, ഞാനാകുന്നു. ആർക്കും നിന്നിലേക്ക് എത്തിച്ചേരാൻ കഴിയത്തില്ലെന്ന് നീ കരുതുന്ന രാത്രിയുടെ 4-ാം യാമത്തിലും ഒരു മാധ്യമവും ഇല്ലാതിരിക്കുമ്പോൾ, മുമ്പിൽ ഒരു ഓപ്ഷനും ഇല്ലാതിരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, വെള്ളത്തിൻ്റെ മീതെ നടന്ന്, ഭയപ്പെടരുത്, ധൈര്യപ്പെടുവീൻ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു ദൈവശബ്ദം. അത് ഇന്നലകളിൽ കേട്ടവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. എന്താ നമ്മൾ ധൈര്യത്തോടെ ഇരിക്കുന്നത്? ഹല്ലേലൂയ. നമുക്കറിയാം, രാത്രിയുടെ 4-ാം യാമമാണെങ്കിലും പാട്ടുകാരൻ പറയുന്ന പോലെ, നാറ്റം ഭവിച്ചാലും 4 ദിനമായാലും നാറ്റം ഭവിച്ചാലും രാത്രിയുടെ 4-ാം യാമമാണെങ്കിലും കല്ലറയുടെ മുമ്പിൽ വരാൻ കഴിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. അത് അനുഭവിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അങ്ങനെ ഇന്ന് രാത്രി എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടത്താണെങ്കിലും, എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന, നാറ്റം വെച്ച് തുടങ്ങുന്ന ചില മേഖലയ്ക്കകത്തേക്ക് അമ്മേ അടുത്തു വന്നിട്ട്, അമ്മേ, ഞാനാകുന്നു, ധൈര്യപ്പെടുവീൻ എന്ന് പറയുന്നൊരു ശബ്ദം.
ഞാൻ ഈ പൗലോസിൻ്റെ കാര്യം മുമ്പേ പറഞ്ഞ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ നിർത്തിക്കോളാം. ഒരു 5 മിനിറ്റ് കൂടെ മുന്നോട്ട് പോയാൽ നിങ്ങളോട് ക്ഷമിക്കണമേ. പ്രധാനപ്പെട്ട ചിന്തയുടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. എനിക്കറിയാം ഉൾക്കാണുന്ന ദിവസമായതുകൊണ്ട് സമയം നമുക്ക് പരിമിതമാണല്ലോ. ശ്രദ്ധിക്കണേ. ഈ പൗലോസ് യെരുശലേമിലെ കാരാഗ്രഹത്തിൽ കിടക്കുക. അന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി. എൻ്റെ ചോദ്യം, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വിടുതൽ നടന്നോ? കാരാഗ്രഹം തുറന്നോ? ചങ്ങല അഴിഞ്ഞോ? ഒന്നും നടന്നില്ല. എല്ലാ വിടുതലും അങ്ങനെ ആയിരിക്കുമെന്ന് കരുതരുത്. ഏറ്റവും വലിയ വിടുതൽ എന്താണെന്നറിയാമോ? ഞാൻ വിശ്വസിക്കുന്നു, വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ വിടുതൽ, എൻ്റെ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്നിട്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട്, ധൈര്യമായിരിക്കാൻ പറയുന്നൊരു ശബ്ദം കേട്ടാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എല്ലാ പ്രതിസന്ധിയും മാറണമെന്നില്ല, എല്ലാ കൊടുങ്കാറ്റും ഒരുപക്ഷെ ശാന്തമാകണമെന്നില്ല. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന് ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ധൈര്യമായിരിക്ക എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം പറയാ. ഓക്കെ, ഇവിടെ രാത്രി ഇവിടെ 4-ാം യാമത്തിൽ ആർക്കും അടുത്തു വരാൻ കഴിയാതിരിക്കുമ്പോൾ യേശു അടുത്തു വന്ന് പറയുന്നു, ധൈര്യമായിരിക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ നിലകളിൽ ആ ശബ്ദം കേട്ടിട്ടുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ലോകത്തിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ദൈവത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്, നിന്റെ കൂടെ ഞാനുണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം പറ. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചവർ ഈ രാത്രിയിൽ അതിനായി ഒന്ന് നന്ദി പറഞ്ഞ് ഒരു സെക്കൻഡ് ഒന്ന് കരമടിച്ച് ആ കർത്താവിന് മഹത്വം കൊടുത്ത്, എന്റെയും നിങ്ങളുടെ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന് ഞാൻ നിന്നോട് കൂടെയുണ്ട്, ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദത്തിനായി സ്തോത്രം ചെയ്യാം. അവസാന ചിന്തയുടെ പറഞ്ഞ വാക്ക് ചുരുക്കട്ടെ. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം വേഗത്തിൽ. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ചേർന്നെന്ന് പറഞ്ഞേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. നാം ധൈര്യപ്പെടാനുള്ള 5-ാമത്തെ കാര്യം, ഹല്ലേലൂയ, കർത്താവ് പറയുക, ഞാൻ ഈ ലോകത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. സന്തോഷം ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറ. എന്താണ് ഈ ലോകത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം, ഒത്തിരി ഭരണകർത്താക്കന്മാർ നമ്മെ ഭരിച്ചു മാറിയിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ ഒരു സ്വഭാവം, ആര് ജയിക്കുന്നോ അവരാണ് ഭരിക്കുന്നത്. ഈ ലോകത്തെ ഭരിക്കാൻ യോഗ്യർ ജയിച്ചവരാ. പണ്ട് കാലങ്ങളിൽ യുദ്ധങ്ങളായിരുന്നു, ഇപ്പോഴൊക്കെ ജനാധിപത്യമൊക്കെ വന്ന് ഇലക്ഷൻസാ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ നമ്മെ ഭരിക്കുന്നത്? ഹല്ലേലൂയ. ഒരു സുപ്രഭാതത്തിൽ കയറിയിരുന്നതല്ല, അമ്മേൻ, ഇവിടെ നടന്ന ഒരു ഇലക്ഷനിൽ ജയിച്ചതാ. ഹല്ലേലൂയ. എന്നാൽ ചില ഏറിയ നാളുകൾക്ക് മുമ്പ് ലോകത്തെ ജയിച്ചത് അല്ലെങ്കിൽ ഭരിച്ചത് യുദ്ധങ്ങളിൽ ജയിച്ചവരായിരുന്നു. ഹല്ലേലൂയ. ലോകത്തെ കീഴ്മേൽ മറിച്ച പല ചക്രവർത്തിമാരും ഉണ്ട്. അവരുടെ ഉരുക്കുപല്ല് കൊണ്ട് ഈ ഉലകത്തെ ചവച്ച് അരച്ച ഒത്തിരി പ്രഭാവന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നത്തേതിൽ അവരെല്ലാം തകർന്നുപോയി, ആ സാമ്രാജ്യം തകർന്നുപോയി. കാരണം എന്താ? ചില യുദ്ധങ്ങളിൽ അവർ പരാജയപ്പെട്ടു. അവർ പരാജയപ്പെട്ടപ്പോൾ ജയിച്ചവർ ഇവിടെ ഭരിക്കാൻ തുടങ്ങി. ബാബിലോൺ സാമ്രാജ്യവും റോമാ സാമ്രാജ്യവും യവനായ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും എല്ലാം അങ്ങനെ തകർന്നു മാറിയവരാണ്. അവർക്ക് ശേഷം ജയിച്ചവർ ആമേൻ ഈ ലോകത്തെ ഭരിച്ചു. അങ്ങനെങ്കിൽ മുഴു ലോകത്തെ ജയിച്ച കർത്താവിൻ്റെ കിട്ടിയിരിക്കുന്ന ഒരു അവകാശമാണ് ഈ ലോകത്തെ ഭരിക്കുക എന്നുള്ളത്. എന്നാൽ ഈ 2026 വരെ അത് സംഭവിച്ചില്ല. എന്നാൽ തിരുവചനം പറയുന്നു, അത് സംഭവിക്കപ്പെടാൻ കാലമേറെ അടുത്തിരിക്കുകയാണ്.
അവൻ ഈ ലോകത്തെ ജയിച്ച കർത്താവ് ഈ ലോകത്തെ ഭരിക്കുവാൻ സമയം ആഗതമായിരിക്കുക. അപ്രത്യാശയുള്ളവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അവനെ മുഴുവൻ ലോകത്തിൻ്റെയും രാജാവായി ഭരിക്കുവാൻ കാലം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിച്ചിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക പുരോഗതികൾ അത് വിളിച്ചറിയിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ അത് വിളിച്ചറിയിക്കുകയാണ്. പ്രകൃതിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജാവ് രാജ്യത്വം ഏറ്റെടുക്കുവാൻ കാലമായി. വെളിപ്പാട് പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഖ്യാപനമുണ്ട്. ഹല്ലേലൂയ. ആ പ്രഖ്യാപനത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ സകല പ്രപഞ്ചത്തെയും പ്രകമ്പനം കൊള്ളിച്ച ഒരു ശബ്ദമായിരുന്നു അത്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം നമ്മൾ ഇങ്ങനെ കാണുന്നു. തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഞങ്ങൾ കേട്ടൊരു ശബ്ദമുണ്ട്. നമ്മുടെ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ആ ശബ്ദം മുഴങ്ങാൻ കാലം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ ധൈര്യം, ലോകം എത്ര മാറിയാലും എത്ര പ്രതിസന്ധി വന്നാലും ലോകത്തെ ജയിച്ച കർത്താവ് ഈ ലോകത്തെ ഭരിക്കാൻ ഇറങ്ങി വരുവാൻ കാലമായി. അപ്രത്യാശയുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് നമ്മുടെ കർത്താവ് രക്ഷിതാവായി ഇറങ്ങി വരുവാൻ കാലമായി. ഹല്ലേലൂയ. ആ കർത്താവിനെ എതിരേൽക്കാൻ ആർക്കാണ് കഴിയുന്നത്? ഹല്ലേലൂയ. തിരുവചനം നമുക്ക് അറിയാവുന്ന വാക്യം എല്ലാ ദൈവമക്കളും ചേർന്ന് പറയാമോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽക്കേണ്ടതിന് രൂപാന്തരം പ്രാപിച്ച ആകാശ മേഘങ്ങളിൽ വെച്ച് അവനെ നാം കണ്ടുമുട്ടുന്ന ഒരു വലിയ സുദിനം ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇന്ന് രാത്രി ഇവിടം വിട്ടു പോകുമ്പോൾ, ഈ ഗേറ്റ് വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, ഇന്ന് രാത്രി എന്റെ കർത്താവ് വന്നാൽ, ഹല്ലേലൂയ, ഞാൻ പറന്നുയരും. ആ പ്രത്യാശയും ആ ഉറപ്പുമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, ആമേൻ, നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ധൈര്യത്തിൽ ഒന്ന്, ഈ രാത്രി കർത്താവ് മടങ്ങി വന്നാൽ ഞങ്ങൾ അവനോട് ഒരുമിച്ച് ആ കർത്താവിന്റെ രാജ്യത്തിലായിരിക്കുമെന്ന ഒരു ഉറപ്പ് ഈ രാത്രി പ്രാപിക്കാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ ശരീരം മുഴുവൻ ക്യാൻസർ വന്ന് പഴുത്ത് വ്രണം നിറഞ്ഞ് ആരുമില്ലാതെ ഒന്നുമില്ലാതെ ഒരു കടത്തെണ്ണയിൽ കിടന്നുറങ്ങിയാലും നിങ്ങൾക്കൊരു ധൈര്യമുണ്ട്. കാഹളം ധ്വനിച്ചാൽ ഞാൻ എഴുന്നേക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും, ജീവിതത്തിൽ ശ്രേഷ്ഠമെന്ന് പറയാൻ എനിക്കൊന്നുമില്ലെങ്കിലും, എല്ലാവരാൽ തള്ളപ്പെട്ടവനാണെങ്കിലും, ഒരു വഴിയരികെ കിടന്ന് ഉറങ്ങേണ്ടി വന്നാൽ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ നിനക്ക് ധൈര്യത്തോടെ കിടന്നുറങ്ങാം. അന്ന് രാത്രി കർത്താവ് വന്നാൽ നീ ആകാശത്തിൽ അവനോട് ഒരുമിച്ച് മേഘങ്ങളിലായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി കോടാനുകോടി, ഹല്ലേലൂയ, സ്വത്തിന്റെ ഉടമയാണെങ്കിലും, ഹല്ലേലൂയ, ഏറ്റവും മനോഹരമായ ഭവനത്തിനകത്താണ് ഇന്ന് രാത്രി നീ കിടന്നുറങ്ങുന്നെങ്കിലും അകത്ത് യേശു ഇല്ലെങ്കിൽ, ഹല്ലേലൂയ, പാപം മോചിക്കപ്പെട്ടെന്നൊരു തിരിച്ചറിവ് അകത്തില്ലെങ്കിൽ നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ. ഹല്ലേലൂയ. കാരണം എന്താ? ഈ മനുഷ്യന്റെ ആയുസ് 70, ഏറെ 80. അതുകൊണ്ട് ഈ ലോകവാസം അവസാനിക്കും. എന്നാൽ മനുഷ്യർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന നിത്യയുഗായുഗങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സ്വർഗീയ രാജ്യമുണ്ട്. അതിനായിട്ട് വേർതിരിയപ്പെട്ടവരായി തീരാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നെങ്കിൽ ചേർന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാ. വാക്കൾ ചുരുക്കുന്നു. 275 പേർക്ക് പ്രത്യാശയില്ലാതിരിക്കുമ്പോൾ ഒരുത്തൻ അതിനകത്തുനിന്ന് എഴുന്നേറ്റ് പറയുന്നു, നിങ്ങൾ ധൈര്യത്തോടെ ഇരിപ്പീൻ. എന്താ നിനക്ക് പറയാൻ കാര്യം? ഇതൊരു ഊഹാമോഹത്തിൽ നിന്ന് പറഞ്ഞതല്ല.
കഴിഞ്ഞ രാത്രിയിലും ഞാൻ അവൻ്റെ ശബ്ദം കേട്ടു. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രിയ എബ്രാമാദി പാസ് പറഞ്ഞ കാര്യം പറഞ്ഞ് നമ്മുടെ അവസാനം ഞാൻ പറയേണ്ട കാര്യമാണ് കർത്താവിന്റെ ദാസൻ പറഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ. ആ ഭക്തൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ ധൈര്യത്തോടെ ഇരിക്കുന്നത്? എന്നോട് അരുളിച്ചൊരു ദൈവമുണ്ട്, എന്നോട് സംസാരിച്ചൊരു ദൈവമുണ്ട്. ആമേൻ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു, ഒരു വാക്കെന്ന് പറയട്ടെ. ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദം ഒരിക്കലെങ്കിലും കേട്ടവരല്ലേ നമ്മൾ ഇരിക്കുന്നത്. ഇന്ന് രാത്രി ആത്മാവിൽ ദൂതി ഞാൻ പറയുന്നു, നിന്നോടോ നിന്റെ കുടുംബത്തോടോ നിന്റെ തലമുറയോടോ ഒരു അരുളപ്പാട് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാറ്റടിച്ചോട്ട്, എത്ര രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെടട്ടെ, ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് പറ, എന്നോട് അരുളി ചെയ്തത് സംഭവിക്കേണ്ടതാകുന്നു. എന്നോട് അരുളി ചെയ്തത് സംഭവിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സുവിശേഷ പ്രവർത്തകർ എന്ന നിലയിൽ വിശുദ്ധ വേദപുസ്തകം കരങ്ങൾ ഉയർത്തി ഞാൻ പറയുന്നു, ഈ വേദപുസ്തകത്തിൽ അരുളി ചെയ്തത് സംഭവിക്കേണ്ടതാകുന്നു. അതാണ് ഞങ്ങളുടെ ധൈര്യം, അതാണ് ഞങ്ങളുടെ പ്രത്യാശ. കർത്താവ് ജനിക്കുമെന്ന് പറഞ്ഞ പ്രവചനം മുഴുവൻ നടന്നു എങ്കിൽ കർത്താവ് വീണ്ടും വരുമെന്ന് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന സകല പ്രവചനങ്ങളും നിവൃത്തിയാകുന്ന ദിവസമുണ്ട്. ആ പ്രത്യാശയുള്ളവർ അതാണ് സ്ഥലങ്ങളിൽ ഒന്നെഴുന്നേറ്റേ. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോട് പ്രധാന ശബ്ദത്തോട് ഇറങ്ങി വരുന്ന സുദിനത്തില് പാപം മോചിക്കപ്പെട്ടവരായി വിശുദ്ധരായി ഞങ്ങൾ അവനോട് ചേർന്ന് പറന്നുയരുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ആ കർത്താവിനെ സ്തുതിക്കുക.